കൊച്ചിയിൽ കടുത്ത ഗതാഗതക്കുരുക്കുള്ള പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നാണ് ഇടപ്പള്ളി ടോൾ. മണിക്കൂറുകൾ ബ്ലോക്കിൽ കിടന്ന് സഹിയിടുകയാണ് യാത്രക്കാർ. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് യാത്രക്കാർ ഇടപ്പള്ളി ജംഗ്ഷനിലൂടെ കടന്നുപോകുന്നത്. ദേശീയപാത 17, ദേശീയപാത 47 എന്നീ റോഡുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ വഴിയാണ്. തൃശൂർ, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, വരാപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ഈ കടമ്പ കടന്നേ പറ്റൂ. പോരാത്തതിന് റോഡിൽ നിറയെ കുണ്ടും കുഴിയും. ചെറുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ കുഴിയിൽ കയറിയിറങ്ങുമ്പോഴേക്കും റോഡ് മുഴുവൻ കുരുക്കിലായി കഴിഞ്ഞിരിക്കും. വളരെ എമർജൻസി കേസ് വന്നാൽ തന്നെ ഇവിടുന്ന് പോട്ടേക്ക് അടുത്ത ഹോസ്പിറ്റലിൽ പോലും പോകാൻ 1.5 മണിക്കൂറോളം എടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. വളരെ മോശമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്തോ കുറച്ച് മെയിൻ്റെനൻസ് ചെയ്തായിരുന്നു, അതാ വൈകിട്ടത്തെ മഴക്ക് വീണ്ടും അത് ഒലിച്ചു പോയായിരുന്നു. അപ്പൊ സ്ഥിരം ഇവിടെ ഉള്ള സംഭവമാണത്. ചിലപ്പോൾ കളമശ്ശേരി വരെ ബ്ലോക്ക് പോകും. 2.5-3 കിലോമീറ്ററോളം ദൂരെ വരുന്നത് പോകും. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായിട്ട് കൊണ്ട് ചെയ്യാറുള്ളൂ. അപ്പൊ വീണ്ടും ആ മഴ വരുമ്പോൾ വീണ്ടും അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നല്ല രീതിയിലുള്ള ടാറിങ്ങൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ടാർ ചെയ്താണ്, അത് താൽക്കാലികമായിട്ടുള്ള ടാറിങ്ങാണത്. അല്ലാതെ ഒരു നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറെ കുണ്ടും കൂടിയൊക്കെ ട്രോളിക്കൊണ്ടു നേരത്തെ അത് വീണ്ടും ഇതായി. ബ്ലോക്ക് ഇപ്പൊ ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഇത് തന്നെയാണ്, ബ്ലോക്കാണ്. പരാതികളുടെ പെരുമഴയ്ക്കിടയിലും റോഡ് നന്നാക്കാൻ പതിവ് കലാപരിപാടികൾ തന്നെ. കുഴികളിൽ മെറ്റലിട്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കൽ, ചെളിക്കുഴിക്ക് മുകളിൽ മെറ്റൽ പൊടി വിതറൽ തുടങ്ങിയവയിൽ അവസാനിക്കും അറ്റകുറ്റപ്പണികൾ. ഒറ്റ മഴയ്ക്ക് ഇതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാകുമെന്നതും യാഥാർത്ഥ്യം. മനോരമ ന്യൂസ്, കൊച്ചി.